ഒരു നോയമ്പ് കാലമാണ്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നോയമ്പ് ആരംഭിച്ചിരിക്കുന്നു. ചിലരെല്ലാം അത് അനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നോയമ്പെന്ന് പറയുമ്പോൾ ഇറച്ചിയും മീനും കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല, നോയമ്പെന്ന് പറയുമ്പോൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും അനുരഞ്ജനപ്പെടാനും ദൈവത്തിൽ ശരണപ്പെടാനും താഴ്മപ്പെടാനും വിശുദ്ധീകരണത്തിനായും മാനസാന്തരപ്പെടാനും ഹല്ലേലൂയ ആത്മീയ ഉണർവിലേക്ക് വരാനും പരിശുദ്ധാത്മാവിൽ നടക്കാനും ഒക്കെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പ്രയോജനപ്പെടുത്തണമേ എന്നെല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ വായിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവം യേശുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു വചനമാണ്. ഇന്ന് ഞാൻ കൂടുതൽ സമയം പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ നാമം, ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം, ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമം. യേശു, യേശു, യേശുവേ, യേശു എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നു, ജീസസ് എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നു. എന്താണ്, എങ്ങനെയാണ് ഈ വാക്ക് യേശു എന്നുള്ള വാക്ക് ഉണ്ടായതെന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കുറച്ച് കാര്യം കൂടെ പറയാം. പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാനൊരു 35 മിനിറ്റ് 40 മിനിറ്റ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മൾ യേശു എന്ന് മലയാളത്തിൽ പറയുന്നെങ്കിലും ഒറിജിനൽ ഭാഷയിൽ യേശുവാ. അതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരത്തുള്ള ആശ്രമത്തിന് ബെയ്ത്ത് യേശുവ, ബെയ്ത്ത് യേശുവ എന്ന് പേരിട്ടിരിക്കുന്നത്. ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീട്, യേശുവ എന്ന് പറഞ്ഞാൽ യേശു. ബെയ്ത്ത് യേശുവ എന്ന് വെച്ചാൽ യേശുവിൻ്റെ വീട്, യേശുവ. യേശുവ എന്നാണ് അന്ന് ആൾക്കാർ യേശുവിനെ വിളിച്ചത്. മലയാളത്തിൽ നമ്മളതിനെ യേശു എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്നെങ്കിലും യേശുവ, യേശുവ എന്ന വാക്ക് ഉണ്ടായതിൻ്റെ യഥാർത്ഥ അതിൻ്റെ ഫുൾ വാക്ക് യഹോശുവ എന്നാണ്. യഹോശുവ അങ്ങനെയായിരുന്നു എഴുതേണ്ടിയിരുന്നത്. യഹോശുവ എന്ന വാക്ക് 2 പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഒന്ന് ഒരു നാമരൂപത്തിൽ നിന്നും, 2 ഒരു ക്രിയാരൂപത്തിൽ നിന്നും. അതിൻ്റെ നാമരൂപം എന്നത് യഹോശുവ എന്നതിൻ്റെ നാമരൂപം എന്നത് യാഹ് എന്നതാണ്. ഒന്ന് യഹോശുവ, 2 യേശ് എന്ന വാക്ക്. യേശ്, യഹോവ, അതാണ് യേശുവ. യേശ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യാഷ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക അല്ലെങ്കിൽ വിടുവിക്കുക എന്നൊക്കെ അർത്ഥം. അതൊരു എബ്രായ ക്രിയ വാക്കാണ്, യാഷ, യാഷ. മറ്റത് യഹ്ശുവ എന്നാണ്, യാഷ് വാ. യാഹ് എന്ന വാക്കിൽ നിന്നാണ് അതുണ്ടായത്. യാഹ് എന്ന് വെച്ചാൽ യഹോവ, യഹോവ. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുവ അല്ലെങ്കിൽ യഹോശുവ
എന്ന വാക്ക് 2 പദങ്ങൾ ചേർത്തതാണ്. യാഹ് പിന്നെ യാഷ എന്ന് പറഞ്ഞാൽ യഹോവ, യഹോവ എന്നുള്ള വാക്ക് തന്നെയാണ് യേശു എന്നുള്ള വാക്കിലും കാണുന്നത്. യഹോവ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിക്കുന്ന യഹോവ. അപ്പോൾ യേശുവ എന്ന നാമത്തെയോ അതിൻ്റെ പൂർണ്ണ രൂപമായ യഹോശുവയെയോ അടുത്ത് ബന്ധമുള്ള 2 വിധങ്ങളിലാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. യഹോവ രക്ഷിക്കുന്നു, ഇത് രക്ഷയുടെ പ്രവർത്തനത്തെ ആണ് ഊന്നി പറയുന്നത്. അതായത് ദൈവം, നമ്മുടെ ദൈവം യഹോവ, എല്ലാവരുടെയും ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പേരുള്ള അതുല്യനായ പരമാത്മാവായ ദൈവം തൻ്റെ ജനത്തെ, ഈ ലോകത്തെ രക്ഷിക്കുന്നവനാണ്. ഇപ്പം രക്ഷകനായ യഹോവ, ഇത് രക്ഷകൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ഐഡൻറ്റിറ്റിയെ ഊന്നി പറയുകയാണ്. ഇങ്ങനെയാണ് യഹോശുവ എന്ന നാമം ഉരുത്തിരിഞ്ഞത്. ഇത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ യേശു എന്ന് വിളിക്കുമ്പോൾ അത് വെറും ഒരു മനുഷ്യനെ ആണ് വിളിച്ചതെങ്കിലും ഗബ്രിയേൽ മുഖാന്തരം ഈ പേര് പറഞ്ഞു കൊടുക്കുന്നത് യഹോവ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിക്കുന്ന യഹോവ എന്ന് അവനെ വിളിക്കണം എന്നാണ്. വളരെ ഗൗരവമായ ഒരു പേരാണത്, വളരെ ഗൗരവമായ ഒരു പേരാണത്. സ്തോത്രം. ഈ സംയോജനം, ഈ 2 വാക്കുകളും ചേർന്നുള്ള ഈ കൂട്ടുകെട്ട്, അതായത് യാഹ്വേ എന്നും യാഷ എന്നും ചേർന്നുള്ള ഈ വാക്ക് വലിയൊരു അർത്ഥമാണ് നൽകുന്നത്. കർത്താവ് രക്ഷിക്കുന്നു. എന്നിരുന്നാലും രക്ഷിക്കുന്നത് യഹോവയായതുകൊണ്ട് അവൻ രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 1:21 ദൂതൻ യോസഫിനോട് പറയുകയാണ്, നീ അവന് യേശു അല്ലെങ്കിൽ യേശുവ അല്ലെങ്കിൽ യഹോശുവ എന്ന് പേരിടണം. കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. യേശുവിൻ്റെ നാമം നേരിട്ട് അർത്ഥമാക്കുന്നത് ദൈവം രക്ഷ കൊണ്ടുവരുന്നവൻ എന്നാണ്. അതിനാൽ യേശുവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഹോവയായ സർവശക്തനായ ഏകദൈവമായ പരമാത്മാവായ രക്ഷിക്കുന്ന ദൈവം എന്ന് തന്നെയാണ് നാം അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മറ്റൊന്നും നമ്മൾ സംശയിക്കണ്ട. യേശുവേ എന്ന് വിളിക്കൂ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയൂ. അതിന് ശക്തിയുണ്ട്. അത് ദൈവത്തിൻ്റെ നാമമാണ്. അത് വെറും ഒരു മനുഷ്യൻ്റെ നാമമല്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയ്ക്ക് യഹോവയുടെ പർവ്വതത്തിൽ വെച്ച് വെളിപ്പെട്ട നാമമാണത്. അവൻ രക്ഷിക്കുന്നവനാണ്. രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതുകൊണ്ടാണ് എൻ്റെ ജനത്തെ ഞാൻ വിടുവിക്കേണ്ടതിന് നീ ഇസ്രായേൽ മക്കളെ പോയി വിടുവിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാ കാലത്തും ദൈവം രക്ഷിക്കുന്നവനായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ദൈവത്തെ യേശുവേ എന്ന് വിളിക്കുന്നു. ചേർന്ന് പറയാം, യേശുവേ, യേശുവേ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. So there is power in the name of Jesus. യേശുവിൻ്റെ നാമത്തിന് ശക്തിയുള്ളത് അതുകൊണ്ടാണ്. യേശുവിൻ്റെ നാമം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അത് തൻ്റെ വ്യക്തിത്വത്തെയും അധികാരത്തെയും രക്ഷയിലെ പങ്കിനെയും സൂചിപ്പിക്കുകയാണ്. ക്രിസ്തീയത ഒരു മതമല്ല, ഒരു മതം അല്ല, അതൊരു സമുദായമല്ല, അതൊരു സംസ്കാരമല്ല. പല മതങ്ങളും അവർ പറയാറുണ്ട് ഞങ്ങളൊരു സംസ്കാരമാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ കൾച്ചർ. ക്രിസ്ത്യാനിറ്റി ഒരു സംസ്കാരമല്ല, ഒരു സമ്പ്രദായവുമല്ല.
അനേകം ആചാരങ്ങളുടെ സമ്മിശ്രമായ ഒരു ധർമ്മവുമല്ല. ക്രിസ്ത്യാനിറ്റി ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്. Christianity is a faith in a person, in a name, the name above all the names. എല്ലാ നാമത്തിലും മേലായ നാമമായ ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയത എന്ന് പറഞ്ഞ് സംസ്കാരങ്ങൾ മോശമെന്നല്ല, മതങ്ങളെല്ലാം തെറ്റെന്നല്ല, സമ്പ്രദായങ്ങളെല്ലാം മോശമെന്നല്ല. ഞാൻ ക്രിസ്തീയത എന്താണെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ക്രിസ്തീയത ഒരു നാമമാണ്. ഈ നാമത്തിലുള്ള വിശ്വാസവും ബന്ധവുമാണ് ക്രിസ്ത്യാനിറ്റി. ഈ നാമമാണ് യേശുവിൻ്റെ നാമം. ദൈവം രക്ഷിക്കുന്നു അഥവാ രക്ഷിക്കുന്ന ദൈവം, ഇതാണ് യേശു. ഈ യേശുവിൻ്റെ നാമത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. സങ്കീർത്തനം 91:14 പറയുന്നു, എൻ്റെ നാമം അവൻ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനവനെ ഉയർത്തും. എൻ്റെ നാമത്തിന് ശക്തിയുള്ളത് കൊണ്ടാണ്. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, തിരുനാമം നിമിത്തം അവൻ നീതി പാതകളിൽ നടത്തും. ബിക്കോസ് ഓഫ് ദ നെയിം, യേശുവിൻ്റെ നാമത്താൽ നീതി പാതകളിൽ നടത്തും. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? അവൻ്റെ നാമം നിമിത്തം. യേശുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ. ഈ മന്ത്രം നിങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി, നിങ്ങളുടെ മനസ്സിലിരുന്നാൽ മാത്രം മതി. അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അത് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. ഒന്ന് ചേർന്ന് പറ, എല്ലാവരും പറയൂ. പിന്നെയും പിന്നെയും പറയൂ, പിന്നെയും പിന്നെയും പറയൂ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് പറയൂ. എന്താണോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് ഓർത്തിട്ട് പറയൂ. വേണമെങ്കിൽ കരങ്ങൾ ഉയർത്തി പറയൂ, ശക്തിയോടെ പറയൂ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം. ഞാൻ പറയുന്നത് കൊണ്ട് തത്ത പറയുന്നത് പോലെ കേട്ട് പറയുകയല്ല, ഉള്ളിൽ നിന്ന് പറയൂ, പറഞ്ഞുകൊണ്ടിരിക്കൂ. അത് ഏറ്റെടുത്ത് പറയൂ. കമോൺ എവരിവൺ, പറയൂ പറയൂ പറയൂ. ഇപ്പോഴെന്നല്ല, എപ്പോഴും പറയൂ യേശുവിൻ്റെ നാമം. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു 5 കാര്യങ്ങളെ വേഗത്തിൽ ഞാനൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് വചനങ്ങൾ അറിയാം യേശുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 പറയുന്നു, ഒന്നാമത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. പത്രോസും കൂട്ടരും പറയുകയാണ്, വി ആർ സോറി ടു സേ that there is no other name. വേറൊരു നാമമുണ്ടെങ്കിൽ ഞങ്ങൾ പറയാമായിരുന്നു, പക്ഷേ വേറൊരു നാമമില്ല ആകാശത്തിന് കീഴിൽ, ഈ ഭൂമിയുടെ മുകളിൽ, യേശുവിൻ്റെ നാമമല്ലാതെ. എന്തിന്? രക്ഷിക്കപ്പെടാൻ. അതാണ് മത്തായി 1:20 നമ്മൾ വായിച്ചത്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ നിന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, പൗലൂസും ശീലാസും ഫിലിപ്പിലെ കാരാഗൃഹത്തിലായി. കാരാഗൃഹത്തിൻ്റെ അകത്തെ തടവിലാക്കി ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. വലിയ ഭൂകമ്പമുണ്ടായി, കയ്യിലുള്ള തടവുകൾ അഴിഞ്ഞു. കാരാഗ്രഹക്കാർ ഓടിപ്പോയി, തടവുകാർ ഓടിപ്പോയി എന്ന് കാരാഗ്രഹ പ്രമാണി വിചാരിച്ച് തന്നെത്താൻ കൊല്ലാൻ ശ്രമിച്ചു. പൗലൂസ് അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്
നിങ്ങൾ രക്ഷ ഓടിപ്പോയിട്ടില്ല. കാരാഗ്രഹപ്രമാണി ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടൻ ഉത്തരം വന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. സ്തോത്രം. അല്പസമയം കഴിഞ്ഞിരുന്നെങ്കിൽ കാരാഗ്രഹ പ്രമാണി കയ്യിൽ പിടിച്ചിരിക്കുന്ന വാളുകൊണ്ട് സ്വന്തമായി കുത്തി ആത്മഹത്യ നിൽക്കുന്ന ആളാണ്. ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ആളാണ്. പക്ഷേ അയാൾ രക്ഷിക്കപ്പെട്ടു. ആ പോർഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ആ കുടുംബത്തിൽ അവരെ കൈക്കൊണ്ടു, അവർ കുടുംബമായി സ്നാനപ്പെട്ടു, അവർ കുടുംബമായി കർത്താവിൽ വിശ്വസിച്ചു, എല്ലാവരും ആനന്ദിച്ചു എന്നാണ്. അതിനിടയിൽ യേശുവിൻ്റെ നാമം വരാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആ കുടുംബം മൊത്തം അന്ന് കരച്ചിലിൻ്റെയും നിലവിളിയുടെയും ഒരു കുടുംബമായിരിക്കുമായിരുന്നു. ആത്മഹത്യ നടക്കേണ്ട കുടുംബമാണ്. കാരാഗ്രഹ പ്രമാണി വലിയ ഉദ്യോഗസ്ഥനാണ്. ആത്മഹത്യ നടക്കേണ്ട വീട് അന്ന് ആനന്ദം കൊണ്ട് നിറയപ്പെട്ടു. ഈ ആത്മഹത്യയിൽ നിന്ന് ആനന്ദത്തിലേക്കുള്ള പരിവർത്തനം സംഭവിച്ചത് യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ്. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ ആത്മഹത്യയിൽ നിന്ന് നിനക്ക് കുടുംബമായി ആനന്ദമുണ്ടാകും. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എന്നെ വളരെ വിഷമിപ്പിച്ച ഒരു ആത്മഹത്യ കേരളത്തിൽ നടന്നു. നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചതാണ്. ഡോക്ടർ ജോർജ് പി എബ്രഹാം, ഏറ്റവും കൂടുതൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു ഡോക്ടറാണ് അദ്ദേഹം. ലക്ഷങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശമ്പളം. തൻ്റെ 77-ാമത്തെ വയസ്സിൽ തനിക്കൊരു രോഗം ബാധിച്ചു, സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ്. എനിക്കിനി ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. ജീവിതകാലം മൊത്തം എത്ര പേര് ഓപ്പറേഷൻ ചെയ്തു, ലക്ഷങ്ങൾ സമ്പാദിച്ചു, സുഖമായി ജീവിച്ചു. 77 വയസ്സേ തികഞ്ഞിട്ടുള്ളൂ. ഇനി ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന ഒരു വിഷാദ രോഗം ബാധിച്ചു. തൻ്റെ ഫാം ഹൗസിൽ പോയി ആത്മഹത്യ ചെയ്തു. പത്രത്തിലൊക്കെ വായിച്ചതാണ്. എനിക്ക് വലിയ സങ്കടം വന്നു. വേറെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ മനുഷ്യരുടെ കുത്തുവാക്കുകളോ മനുഷ്യരുടെ തിരസ്കരണങ്ങളോ ഒക്കെ അതിനകത്തുണ്ടായിരിക്കാം. പക്ഷേ എനിക്കിനി ജോലി ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം നിരാശപ്പെട്ടത്. ആത്മഹത്യ പരിഹാരമാണോ? ഒരിക്കലുമല്ല. വലിയ വിദ്യാസമ്പന്നന്മാരും ധനവാന്മാരും പോലും ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ അല്ലെങ്കിലും എന്നെ വിഷമിപ്പിച്ച മറ്റൊരു മരണമാണ് ഡോക്ടർ KM ചെറിയാൻ എന്ന പ്രസിദ്ധനായ കൊറോണറി ഹാർട്ട് സർജൻ്റെ മരണം. രാജ്യത്തെ ശിശുരോഗ ഹൃദയ ശസ്ത്രക്രിയയുടെ തുടക്കക്കാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുൻ ഓണററി സർജനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പത്മശ്രീ അവാർഡ് ജേതാവായിരുന്നു. വളരെ ചിട്ടയുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹവും 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. മറ്റേ എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു മരണമാണ് ബിഷപ്പ് KP യോഹന്നാൻ തിരുമേനിയുടെ മരണം. എനിക്ക് ഡോക്ടർ ബിഷപ്പ് KP യോഹന്നാൻ തിരുമേനിയുമായിട്ട് ഒരുപാട് വ്യക്തിപരമായ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് പ്രയോജനപ്പെടാത്ത ഒരു മലയാളി പോലും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാലത്ത് ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ് രാവിലെ എല്ലാ ക്രൈസ്തവ മലയാളികളും ക്രൈസ്തവരല്ലാത്തവരും ഉറക്കമെഴുന്നേറ്റിരുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൻ്റെ ഉടമയാണ് അദ്ദേഹം. ഇത്രയും ആരോഗ്യം സൂക്ഷിച്ചിരുന്ന ഒരാൾ ഉണ്ടോ എന്ന് തന്നെ സംശയമെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. മിതമായി മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്. കഞ്ഞിയായിരുന്നു ഇഷ്ട ആഹാരം. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ആളാണ്.
ഏറ്റവും ശുദ്ധമായ വായു ശ്വസിക്കണം എന്ന് നിർബന്ധം പിടിച്ചിരുന്ന ആളായിരുന്നു. ഒരു സാധാരണക്കാരനിൽ നിന്ന് കേരളത്തിലെ മികച്ച കോടീശ്വരനായി മാറിയ ഒരു ബിഷപ്പായിരുന്നു. 1990-കളിൽ ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയപ്പോൾ വടക്കേ ഇന്ത്യയുടെ മിക്ക പട്ടണങ്ങളിലും അദ്ദേഹത്തിൻ്റെ മിഷണറിമാർ, ഗോസ്പൽ ഫോർ ഏഷ്യയുടെ മിഷണറിമാരുണ്ടായിരുന്നു. ബൈബിൾ സ്കൂളുകൾ, സെമിനാരികൾ, ഇന്ത്യ മുഴുവനും റീച്ച് ചെയ്യാൻ ഇത്രയും കൂടുതൽ മിഷണറിമാരെ അയച്ചിട്ടുള്ള ഒരു സംഘടനയും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ ജോർജ് അച്ഛൻ ഉൾപ്പെടെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ സെമിനാരിയിൽ പഠിച്ചവരാണ്. ഞങ്ങളുടെ CNAയിലെ ചില ബിഷപ്പുമാരും അവിടെ പഠിച്ചവരാണ്. ഒരുപാട് പേർക്ക് അദ്ദേഹം സഹായം ചെയ്തു. അദ്ദേഹത്തെപ്പോലൊരു മിഷണറി വീരൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ഒരുപാട് ചതിയും ഒരുപാട് ഒറ്റപ്പെടലുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മിഷണറിമാരുണ്ടായിരുന്ന പ്രസ്ഥാനമായിരുന്നു അത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം കഴിഞ്ഞ വർഷം വളരെ ദാരുണമായിരുന്നു. വളരെ ദാരുണമായിരുന്നു. ദുരൂഹത നിറഞ്ഞതായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനാണ്. നമ്മൾ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്? വലിയ ആൾക്കാർ, വലിയ മഹാന്മാർ, പക്ഷെ ജീവിതം അവസാനം ഒന്നുമില്ലാതായി പോകുകയാണ്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. മനുഷ്യനിലല്ല നമ്മൾ ആശ്രയം വയ്ക്കേണ്ടത്. ഡോക്ടർമാരുടെ മെഡിക്കൽ സയൻസിന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മരുന്ന് ഉപയോഗിക്കാതിരിക്കരുത്. മരുന്നിലൂടെ ദൈവം പ്രവർത്തിക്കും. ഞാൻ മരുന്ന് എനിക്ക് വേണ്ട, ദൈവം അല്ലാതെ ഇറങ്ങി എന്നെ നേരിട്ട് പ്രവർത്തിക്കണം എന്നൊന്നും വാശി പിടിക്കരുത്. മരുന്നിൽ അമിതമായ ആശ്രയം വയ്ക്കരുത്. മരുന്ന് ഉപയോഗിച്ചാലും സൗഖ്യമാക്കുന്നവൻ ദൈവമാണ്. പക്ഷേ മരുന്ന് ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ ഡോക്ടർമാർക്കോ മെഡിക്കൽ സയൻസിനോ എതിരായിട്ട് പറയുന്നതല്ല. ഞാനും മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷേ അന്ധമായി മരുന്നിന് വേണ്ടെന്നോ മരുന്ന് ഉപേക്ഷിക്കണമെന്ന് പറയുന്നോ ആളോ അല്ല ഞാൻ. എന്നാൽ മനുഷ്യനാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച മരുന്നുകൾ മനുഷ്യൻ്റേതാണ്. മനുഷ്യനിലുള്ള ആശ്രയം വയ്ക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. PSC ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞ്, മഹാത്മാഗാന്ധിയുടെ മക്കളുടെ പേരെന്താ? ഉറക്കമൊക്കെ പോട്ടെ, ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും പറയുമോ? എങ്കിൽ അവർക്ക് ഞാനിന്നൊരു സമ്മാനം കൊടുക്കും. നമ്മളൊക്കെ വയസ്സന്മാരാ. മഹാത്മാഗാന്ധിക്ക് എത്ര മക്കളുണ്ടായിരുന്നു, എന്നൊക്കെയാണ് പേര്? അറിയോ? അറിഞ്ഞൂടാ. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ മക്കൾ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ, അല്ലേ? മഹാത്മാഗാന്ധിക്ക് 4 മക്കളുണ്ടായിരുന്നു. 4 ആൺമക്കളാണ്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഇനി മറക്കരുത്. ഓക്കെ, അടുത്ത PSCക്ക് ചോദിക്കും. ഹരിലാൽ മൂത്ത മകനായിരുന്നു. വളർന്നു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛനെ പോലെ ലോ പഠിക്കണം, നിയമം പഠിക്കണം, അതിനെനിക്ക് വെളിയിൽ പോകണം, UK പോകണം. അച്ഛൻ വെളിയിലാണ് പഠിച്ചത്, ബാരിസ്റ്റർ. അച്ഛൻ പറഞ്ഞു പറ്റത്തില്ല. കാരണം അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുകയാണ് അപ്പച്ചൻ. അങ്ങനെ വെളിയിൽ പോകാൻ പറ്റില്ല. തർക്കമായി. വെളിയിൽ വിടാൻ പറ്റില്ല എന്ന അച്ഛനും, എനിക്ക് വെളിയിൽ പോയി നിയമം പഠിക്കണമെന്ന് ന്യായമായ ആവശ്യം ഹരിലാലും. അങ്ങനെ മകൻ അച്ഛനെ വിട്ട് വീട്ടിൽ നിന്നിറങ്ങി വളരെ വ്യത്യസ്തമായ ജീവിതം നയിച്ചു. മദ്യത്തിന് അടിമപ്പെട്ടു, വീട് വിട്ടിറങ്ങിപ്പോയി, അച്ഛനെതിരെ പ്രവർത്തിച്ചു. കിട്ടുന്ന അവസരങ്ങളെല്ലാം അച്ഛനെതിരെ സംസാരിച്ചു. ഒരിക്കലൊരു വലിയ സമരം നടത്തി ഗംഭീരമായി വിജയത്തോടെ അച്ഛൻ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുമ്പോൾ അലഹബാദിൽ വച്ചൊരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നു. കസ്തൂർബയും കൂടെ ഉണ്ടായിരുന്നു, അമ്മ. എല്ലാവരും വന്ന് ഗാന്ധിജിയുടെ കാല് തൊട്ട് വണങ്ങി. രാഷ്ട്രപിതാവ്, ഇത്രയും സ്നേഹനിധിയായ, അഹിംസാവാദിയായ, സ്നേഹം പഠിപ്പിച്ച, ക്ഷമ പഠിപ്പിച്ച ഒരു മനുഷ്യനുണ്ടായിട്ടില്ല. ക്രൈസ്റ്റ് ഓൺ ഇന്ത്യൻ റോഡ്
എന്നാണ് സ്റ്റാൻലി ജോൺസ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പുസ്തകം എഴുതിയത്. ഭാരത വീതിയിലെ ക്രിസ്തു എന്നാണ്. ക്രൈസ്റ്റ് ഓൺ ഇന്ത്യൻ റോഡ്. അത്ര വലിയ മനുഷ്യനാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങി. ഹരിലാലും മനഃപൂർവ്വം അവിടെ വന്നിട്ട് കസ്തൂർബയുടെ കാല് തൊട്ട് വണങ്ങി. പലപ്പോഴും മാത്രം അച്ഛൻ്റെ മുമ്പ് പ്രത്യക്ഷപ്പെടാറുള്ള ഹരിലാലിനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങളെന്താണ് അച്ഛൻ്റെ കാല് തൊട്ട് വണങ്ങാത്തത്? അദ്ദേഹം ഭാരതത്തിൻ്റെ പിതാവാണ്. ഹരിലാൽ പറഞ്ഞു, ഐ ആം അഷൈംഡ് ടു സേ ദാറ്റ് ഹീ ഈസ് മൈ ഫാദർ. ഹി മേ ബി ഫാദർ ഓഫ് യുവർ നേഷൻ ബട്ട് നോട്ട് ഫോർ മീ. രാഷ്ട്രത്തിൻ്റെ പിതാവായിരിക്കാം, പക്ഷേ എൻ്റെ പിതാവെന്ന് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഹരിലാൽ തികഞ്ഞ മദ്യപാനിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ചു. ഒരുപാട് പ്രകോപിപ്പിച്ചുകൊണ്ട് യാത്രകൾ ചെയ്തു. പ്രാകൃതനായി ജീവിച്ചു. 1948 മഹാത്മാഗാന്ധി മരിക്കുന്ന ദിവസം അവൻ എവിടെ നിന്നോ കറങ്ങി അച്ഛൻ്റെ ശവദാഹത്തിന് എത്തിച്ചേർന്നു. ആർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല എന്നാണ് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ ഹരിലാലും മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രം മൊത്തം ബഹുമാനിക്കുന്ന ഒരാളാണ്, പിതാവായി കാണുന്നു. പക്ഷെ ദ അതർ സൈഡ് ഓഫ് പീപ്പിൾസ് ലൈഫ് ഈസ് ടെറിബിൾ. പലപ്പോഴും ഇത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, ബ്രദർ ദിനകരൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാ പ്രസംഗങ്ങളിലും പറയുന്നൊരു വാക്കുണ്ട്, മാൻ ഈസ് മാൻ. മനുഷ്യൻ മനുഷ്യനാണ്, മനുഷ്യൻ മനുഷ്യനാണ്. എന്നാൽ ദൈവം മാത്രമാണ് ദൈവം. അവൻ്റെ നാമം, യേശുവിൻ്റെ നാമം, the name of Jesus is unchanging. He is the same yesterday, today and forever. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണ്, അനന്യനാണ്. യേശു നമ്മളെ രക്ഷിക്കുന്നു. എന്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നമുക്ക് നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. രക്ഷിക്കപ്പെടാൻ യേശുവിൻ്റെ നാമം മാത്രം. ഡോണ്ട് ലുക്ക് അപ്പോൺ ഹ്യൂമൻ ബീയിങ്. മനുഷ്യരിലേക്ക് നോക്കാതിരിക്കുക, യേശുവിലേക്ക് നോക്കുക. യേശു, യേശു. എല്ലാ കരങ്ങളും ഉയർത്തി പറയാം, യേശുവിൻ്റെ നാമം. ശക്തമായി പറയാം, യേശുവിൻ്റെ നാമം. ആമേൻ. ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഒരു നാമമാണിത്. നിങ്ങളുടെ ആധരങ്ങളിൽ തന്നിരിക്കുന്ന നാമമാണ്. നമുക്ക് മുമ്പിലേക്ക് പോകാം. രണ്ടാമത്, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് വായിച്ച വാക്യം നോക്കുവിൻ. ഫിലിപ്പിയർ 2 അതിൻ്റെ 6 മുതലുള്ള വാക്യം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശുവിൻ്റെ നാമം, രണ്ടാമത്തെ പ്രത്യേകത, എല്ലാ നാമത്തിലും മേലായ നാമമാണ്. മർക്കോസ് 16, 17, 18 വാക്യങ്ങളിൽ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചാൽ സൗഖ്യം വരും. ആമേൻ.
സൗഖ്യം വരും, വിടുതൽ വരും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നത്. ആമേൻ. ഇന്നും കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും യേശു സൗഖ്യമാക്കാൻ ശക്തനാണ്. യേശുവിൻ്റെ നാമത്താൽ. അത് മനുഷ്യൻ്റെ ശക്തി കൊണ്ടല്ല. രോഗത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാവിധ തിന്മകളിൽ നിന്നും അവിടെ നമ്മളെ വിടുവിക്കും. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന വലിയൊരു തിന്മയാണ് മദ്യവും മയക്കുമരുന്നും. യേശു വിടുതൽ നൽകും. ആത്മാർത്ഥമായി നീ പ്രാർത്ഥിച്ചാൽ, യേശുവേ എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞാൽ, 38 വർഷം രോഗിയായിരുന്നവനെ വിടുവിച്ചെങ്കിൽ, മരിച്ച് നാറ്റം വെച്ചു പോയവനെ ജീവനോടെ കൊണ്ടുവന്നെങ്കിൽ, നിന്റെ മയക്കുമരുന്നിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കാൻ യേശുവിന് കഴിയും. സഹോദര, നീ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. യേശുവെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്ക്, ഒന്ന് ആഗ്രഹിക്ക്. മകനെ, മകളെ, അയ്യോ നമ്മുടെ കേരളം ഇന്ന് എത്രമാത്രം മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലിയ സങ്കടം. മാതാപിതാക്കൾ ഭയപ്പെടുന്നു കുഞ്ഞുങ്ങളെ സ്കൂളിലയക്കാൻ, കോളേജിലയക്കാൻ, സ്കൂളിലയക്കാൻ. 7-ൽ പഠിക്കുന്ന കുട്ടി, 8-ൽ നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിനൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരും, റോഡുകളിൽ 24/7 പട്രോളിംഗ് നടത്തേണ്ടവരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ന്യായവും നീതിയും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആശങ്കപ്പെടുന്നു. അല്ലയോ വഴിയെ പോകുന്നവരെ, നിങ്ങൾക്കിതും ഏതുമില്ലയോ എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ചോദിക്കുന്നത് പോലെ ചെയ്യേണ്ടവർ ഒന്നും ചെയ്യുന്നില്ലല്ലോ. മുക്കിലും മൂലയിലും കുട്ടികൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നിടത്ത് എന്തുകൊണ്ട് അവരെ പരിശോധിക്കുന്നില്ല? വാഹനങ്ങൾ പരിശോധിക്കുന്നില്ല. പണ്ടുപോലും വാഹനങ്ങൾ, വളരെ കുറവുള്ള കാലത്ത് പോലും വാഹനങ്ങൾ പിടിച്ചു നിർത്തി പരിശോധിക്കുമായിരുന്നു. വടക്കേ ഇന്ത്യയിൽ പോലും വാഹനങ്ങൾ പിടിച്ചു നിർത്തുകയും തുറക്കുകയും ബാഗ് തുറപ്പിക്കുകയും പോലീസ് അവിടെവിടെയായി പരിശോധിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ സ്ഥിരം റോഡ് വഴി യാത്ര ചെയ്യുന്നവരാണ്. കേരളത്തിൽ അങ്ങനെ ഒന്ന് കാണിട്ട് എത്ര വർഷങ്ങളായി. അയ്യോ, ഇതിനെന്താണ് പരിഹാരം? നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ വിടുവിക്കണമേ, ഞങ്ങളുടെ സംസ്ഥാനത്തെ വിടുവിക്കണമേ. വീണ്ടും ജനനവും മാനസാന്തരവും ഒക്കെ പഠിപ്പിക്കുന്ന കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവരാണ് കൂടുതലും ഈ മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയവ ഉപേക്ഷിക്കുന്നത്. എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുന്നു അവർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തകരെ സർക്കാർ യഥാർത്ഥത്തിൽ സഹായിക്കേണ്ടതാണ്. പോലീസിന് ചെയ്യാൻ കഴിയാത്തത്, മറ്റ് സന്നദ്ധ പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് ഈ ചെറിയ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകളും സഭകളും നടത്തുന്നവർ. അതുകൊണ്ട് ഈ പ്രവർത്തകരെ ശരിക്കും സർക്കാർ സഹായിക്കണം. നമ്മൾ ആശ്രമമായിട്ട് അങ്ങനെയുള്ള കുറേ പേരെ സഹായിക്കുന്നുണ്ട് എല്ലാ മാസവും. അവർക്കൊരു ചെറിയ ഒരു സ്റ്റൈബൻഡ് പോലെ പെട്രോൾ അടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരാണ് എന്താണെന്ന് നമ്മൾ റിപ്പോർട്ട് ചോദിക്കുന്നില്ല. അവർക്ക് നമ്മളൊരു ചെറിയ സഹായം ചെയ്യുന്നു. ഞാനും അങ്ങനെയുള്ളവരെ വ്യക്തിപരമായി എൻ്റെ പോക്കറ്റിൽ നിന്ന് ചിലരെ സഹായിക്കുന്നു. കാരണം അവരൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കൂട്ടായ്മകൾ, ആരാധനകൾ നടത്തുന്ന കൊച്ചു കൊച്ചു പാസ്റ്റർമാരാണ്. കാരണം അവർ നടത്തുന്ന കൂട്ടായ്മകളിൽ വരുന്നവർ മാനസാന്തരപ്പെടുകയും രക്ഷിക്കപ്പെടുകയും അവരുടെ മദ്യപാനം, മയക്കുമരുന്ന്, പുകവലി തുടങ്ങിയ ശീലങ്ങളിൽ നിന്ന് മാറ്റം വരുന്നത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മെയിൻലൈൻ സഭകൾ എന്ന് പറയുന്ന സഭകളിൽ വരുന്നവർ ആരാധനയിൽ പങ്കെടുത്ത് അങ്ങനെ മാറ്റം വരുന്നതും തെളിയിക്കപ്പെട്ടിട്ടേയില്ല. അവർ 6 ദിവസവും കുടിക്കുന്നു, 7-ാം ദിവസം വന്ന് തിരുവത്താഴം എടുക്കുന്നു, സഭയിൽ വലിയ സ്ഥാനം വഹിക്കുന്നു, ഇത് വലിയ പള്ളിക്കാരെന്ന് പറയുന്നു. യുവജനങ്ങൾ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ കൊച്ചു കൊച്ചു കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്ന വിഭാഗങ്ങൾ, ചില കാര്യങ്ങളിൽ അവരുമായി നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവരുടെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് യുവാക്കൾ, എനിക്കറിയാം, ഒരുപാട് യുവാക്കൾ വ്യക്തിപരമായിട്ടറിയാം, അവർ മദ്യപാനത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിമോചിതരായി ബൈബിൾ എടുത്ത് അവർ സാക്ഷ്യം പറഞ്ഞ് പല തൊഴിലിനും കാര്യങ്ങൾക്ക് അവർ പോകുന്നുണ്ടെങ്കിലും അവർ ഈ തരം ഗുലുമാലുകളിൽ നിന്ന് മാറി നടക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മകൾ നടക്കുന്നവർക്ക് നമ്മളൊരു
സഹായം ചെയ്യേണ്ടതുമാണ്, ചെയ്യുന്നത് പ്രയോജനമാണ് എന്ന് ഞാൻ സമൂഹത്തെ നോക്കിക്കാണുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെയും മുൻപിൽ ഈ ശ്രദ്ധയുടെ മുൻപിൽ ഇത് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാലും നമുക്കറിയാം, നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും യേശുവാണ് വിടുതൽ നൽകുന്നത്. പക്ഷേ പൗലോസ് ചോദിക്കുന്നുണ്ട്, ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ആമേൻ. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിളിച്ചപേക്ഷിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? അപ്പോൾ ആരെങ്കിലും പ്രസംഗിക്കണം, പ്രസംഗിക്കുന്നവൻ ഐക്യപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ട്. യേശുവിൻ്റെ നാമം എല്ലാ ഭൂതശക്തികളിൽ നിന്നും വിടുവിക്കുന്നതാണ്. ഹല്ലേലൂയ. എല്ലാ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും വിടുവിക്കുന്നതാണ്. ഇന്നും വിടുവിക്കാൻ ശക്തിയുള്ളതാണ്. യുവജനങ്ങൾ ആരെങ്കിലും മയക്കുമരുന്നിനോ ഗഞ്ചാവിനോ MDMA തുടങ്ങിയ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നെങ്കിൽ ആത്മാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, എനിക്കിതിൽ നിന്നൊരു വിടുതൽ വേണം ദൈവമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ വിടുവിക്കാൻ ദൈവം ശക്തനാണ്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് ഞാൻ പിന്നെയും പറയുകയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18:10 പറയുന്നു, ദൈവത്തിൻ്റെ നാമം, യഹോവയുടെ നാമം ഉറപ്പുള്ള ഗോപുരം, നീതിമാന്മാർ അതിലേക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കുന്നു. നമുക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കാനുള്ള സങ്കേതമാണ് യേശുവിൻ്റെ നാമം. യോഹന്നാൻ 14:13-14 വാക്യങ്ങളിൽ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും. യേശു പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. യേശുവിൻ്റെ നാമത്തിൻ്റെ അടുത്ത പ്രത്യേകത, നമുക്ക് പ്രാർത്ഥിക്കാൻ ഉള്ള നാമമാണ് യേശുവിൻ്റെ നാമം. ദിസ് നെയിം ഈസ് ടു പ്രേ ടു ഗാഡ്. ദൈവത്തെങ്കിലേക്ക് കയറിപ്പോകാൻ നമ്മുടെ നാവിൽ തന്നിരിക്കുന്ന ശക്തിയേറിയ സൗജന്യമായ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ ലളിതം, ഒരു ചെലവും അതിനില്ല. ഈ യേശുവിനെ അനുഗമിക്കാനോ ഈ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനോ നിങ്ങൾ മതം മാറണ്ട. മാറണോ? മതം മാറണോ? മതം മാറണ്ട. ഇതിനൊരു മതവും ആവശ്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനോ യേശുവിനെ അനുഗമിക്കാനോ നിങ്ങൾ മതം മാറണ്ട. മതത്തിൻ്റെ പുരോഹിതർ എന്ന ഇടനിലക്കാർ യേശുവിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഇല്ല. ഞങ്ങളുടെ ആവശ്യമില്ല. ഒരു പുരോഹിതന്മാരുടെയും ആവശ്യം യേശുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ട. പുരോഹിതൻ എന്ന ഇടനിലക്കാർ ആവശ്യമില്ല. ഒരു ആചാരങ്ങളും ആവശ്യമില്ല. പ്രാർത്ഥിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ ആവശ്യമില്ല. യേശു പറഞ്ഞത്, നിനക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ എന്താ പറഞ്ഞത്? നീയോ പ്രാർത്ഥിക്കുമ്പോൾ ബാക്കി പറഞ്ഞ് നിന്റെ അറയിൽ കടക്കുക, വാതിലടയ്ക്കുക, വാതിലുണ്ടെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട്. എന്ത് മനോഹരമായൊരു വാക്കാണത്. അൺസീൻ ഫാദർ എന്നാണ്, അദൃശ്യനായ അപ്പൻ എന്നാണ്. രഹസ്യത്തിൽ കാണുന്നതെന്നല്ല. അദൃശ്യനായ നിന്റെ പിതാവിനോട്, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നീ പ്രാർത്ഥിക്ക്, നിന്റെ അപേക്ഷകൾ പറ. രഹസ്യത്തിലുള്ള പിതാവ് നിനക്ക് പ്രതിഫലം തരും. രഹസ്യമായി തരും. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇത്രയും സരളമായ, ഇത്രയും മധുരമായ, ഇത്രയും മനോഹരമായ ഒരു പഠിപ്പിക്കൽ എവിടെയുണ്ട്? യേശു പഠിപ്പിച്ചതുപോലെ. പ്രാർത്ഥിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ ആവശ്യമില്ല. മതത്തിൻ്റെ നിയമങ്ങൾ അതിനാവശ്യമില്ല. പ്രാർത്ഥിക്കാൻ പ്രത്യേക പള്ളികൾ ആവശ്യമില്ല. യേശുവിനോട് പ്രാർത്ഥിക്കാൻ മതത്തിന് പള്ളികൾ വേണം. പക്ഷെ യേശുവിനെ അനുഗമിക്കാൻ, യേശുവിൻ്റെ നാമം പറയാൻ ആചാരങ്ങൾ വേണ്ട. യാതൊരു പണച്ചെലവുമില്ല. യേശു പറഞ്ഞത്, അതുകൊണ്ട് എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ഇവിടെ മൃദു, ഇവിടെ നുകം ചുമട് എന്നൊക്കെ പറഞ്ഞത് ചുമടോ നുകവുമല്ല. പഴയ നിയമകാലത്ത്
പുരോഹിതന്മാർ, ശാസ്ത്രിമാർ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുത്തതിനെയാണ് ചുമടെന്നും മുഖവും എന്നൊക്കെ യേശു പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ നിലപാടുകൾ മൃദുവാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. തൻ്റെ ഉപദേശത്തിലൂടെ യഹൂദ മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യേശു നൽകിയത്. പൗലൂസിൻ്റെയും പ്രധാന വിഷയവും സംവാദവും അത് തന്നെയായിരുന്നു. പൗലൂസിൻ്റെ എല്ലാ ലേഖനങ്ങളും വായിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളെല്ലാം യഹൂദ മതത്തിൽ നിന്നുള്ള ജനങ്ങളുടെ വിടുതലായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ക്രിസ്തുമതം എന്ന മതം ഉണ്ടാവുകയും അത് യഹൂദ മതത്തേക്കാൾ ആചാരങ്ങളും നിയമങ്ങളുമുള്ള മറ്റൊരു യാഥാസ്ഥിതിക മതമായി മാറുകയും ചെയ്തു. ഇന്ന് പള്ളി മതത്തിന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വിദേശങ്ങളിൽ പള്ളികളിൽ ആളില്ല. ഇവിടെയും അത് സംഭവിക്കാൻ അധിക കാലം ആവശ്യമില്ല. പള്ളികളിൽ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്, ഞാനും ഒരു വൈദികനാണ്, നേരത്തെ പറഞ്ഞ 4300 അച്ഛന്മാരുണ്ട്, അതൊക്കെ ശരിയാണ്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് വിവാഹം മരണം ഇത് രണ്ടുമാണ് അല്ലേ. ആ സമയത്ത് നീഞ്ഞു വരുവടാ അപ്പം നോക്കിക്കോളാം എന്നാണ്. എന്നാൽ അതിനിപ്പോൾ മാറ്റം വരികയാണ്. വിവാഹം സർക്കാർ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യുകയും ആരെങ്കിലും മരിച്ചാൽ ശവങ്ങൾ പ്രാർത്ഥിച്ച് ദഹിപ്പിക്കുകയും ചെയ്യുന്ന കാലമാണിത്. നമ്മുടെ ദേവപ്രസാദ്, നമ്മുടെ GMIയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്തിടയ്ക്ക് മരിച്ചപ്പോൾ നമ്മുടെ ആക്റ്റീവ് മെമ്പറായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കുകയായിരുന്നു. ഇത്രയേ ഉള്ളൂ. പരേതനായ റവറൻ G. റോബിൻസൺ അച്ഛൻ പണ്ട് ക്രൈസ്തവ ദീപികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ചാരത്തിന് ചാരമായി, മണ്ണിന് മണ്ണായി എന്ന് പറയും, ചാരത്തിന് ചാരമായി. ആരാധനാക്രമത്തിലുള്ള 2 വാക്കുകളാണ്. അദ്ദേഹം പറയണത് മണ്ണിന് മണ്ണായി ചേരുന്നത് പോലെ തന്നെയാണ് ചാരത്തിന് ചാരമായി തീരുന്നത്. ഒരു കുഴപ്പമില്ലെന്നാണ്. അതിപ്പോൾ പ്രചാരമായിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടെ പ്രചാരമായി കഴിഞ്ഞാൽ പിന്നെ മതത്തിൻ്റെ ഭീഷണികളുടെ മുൻപിൽ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളൊന്നും ഇനി പേടിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം കൊറിയയിൽ പോയപ്പോൾ അവിടുത്തെ പ്രസ്ബിറ്റേറിയൻ സഭയാണ് അവിടുത്തെ ഏറ്റവും വലിയ സഭ. വലിയ സഭയാണ് നമ്മുടെ നാട്ടിലുള്ള മെയിൻ ലൈൻ സഭ. ആ പ്രസ്ബിറ്റേറിയൻ സഭയുടെ വെളിയിലായിട്ട് എന്നെ അവിടുത്തെ സെമിട്രി കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു സെമിത്തേരി വലിയ ആൾക്കാർ അടക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴേ ഇതുപോലൊരു ചുവര്, ഒരു വാള്, ആ ചുവരിനകത്ത് ഒരു സോപ്പ് പെട്ടി വയ്ക്കാനുള്ള സ്ഥലം, സോപ്പ് പെട്ടി പോലെ കൊച്ചു 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 ബോക്സുകൾ, അത് വയ്ക്കാനുള്ള അറകൾ. ആ സോപ്പ് പെട്ടിക്ക് അടിയിലായിട്ട്, സോപ്പ് പെട്ടിയല്ല അതിൻ്റെ അടിയിലായിട്ട് ആളിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്. എന്താണ് ഈ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, സോപ്പ് പെട്ടിയല്ല, ഒരു കുഞ്ഞു പെട്ടി, ഒരു ചുവര്. ഇതുപോലത്തെ ഒരു ചുവരിനകത്ത് ഒരു 300 പെട്ടി വയ്ക്കാം എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ചു എന്താണതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെല്ലാം മരിച്ചവരുടെ റിലിക്സാണ്, അവശിഷ്ടങ്ങളാണ്. അവരെ ദഹിപ്പിച്ചു, അതിൻ്റെ അവശിഷ്ടമാണ്. അപ്പം മെമ്മോറിയൽ സ്മരണ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ, ഓർമ്മ പ്രാർത്ഥന നടക്കുമ്പോൾ ആ പള്ളിയുടെ പുറത്ത് മനോഹരമായൊരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിൻ്റെ സൈഡിലാണ് ഈ ചുവര് വച്ചിരിക്കുന്നത്, പള്ളിക്കകത്തല്ല. അവരുടെ ബന്ധുക്കൾ അവിടെ വന്ന് മെഴുകുതിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അവരുടെ ശവത്തിൻ്റെ ചെറിയൊരു പാർട്ട് അതിനകത്ത് വച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ആ ശവത്തിനെ ദഹിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അത് എനിക്ക് അതിശയമായി. ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് പള്ളിയിൽ? ഇപ്പോൾ പറഞ്ഞു, ഇവിടെ ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഈ ശവത്തിനെ ഭൂമിയിൽ അടക്കാൻ പാടില്ല, ഈ ഭൂമി ചീത്തയായി പോകും, അതുകൊണ്ട് പൊല്യൂഷൻ പാടില്ല. ക്രമേഷൻ ഗ്രൗണ്ടിൽ ക്രമേറ്റ് ചെയ്യുക, ദഹിപ്പിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ചോദിച്ച് വാങ്ങാം, ചെറിയ സാധനം എന്തെങ്കിലും തരും, അതുകൊണ്ട് വയ്ക്കാം. ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് ഓർമ്മ പ്രാർത്ഥന നടത്താം. ഇത് കേരളത്തിലും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മതാതീതമായ ചിന്തകൾ, മതത്തിനപ്പുറമായ ചിന്തകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. റവറൻ സ്റ്റാൻലി ജോൺസ് എന്ന മിഷണറി, സത്താൾ ആശ്രമത്തിൻ്റെ സ്ഥാപകൻ റവറൻ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് എന്ന മിഷണറിയുടെ ശരീരം വർഷങ്ങൾക്ക് മുൻപ് ദഹിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ
റിലിക്സ്, ശവശിഷ്ട ഭാഗങ്ങൾ സത്താള ആശ്രമത്തിൽ, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു ചെറിയ ഭാഗത്ത് വച്ചിട്ടുമുണ്ട്. ഞാനവിടെ പോവുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അടുത്തിടയ്ക്ക് ഞാനും ചിന്തിച്ചു, നമ്മുടെ ആശ്രമത്തിൽ അതൊക്കെ ഇനി ആരംഭിക്കാം. ആരെങ്കിലും എളിയവർ, പാവപ്പെട്ടവർ, അല്ലെങ്കിൽ വലിയവർ ആരും ആയിക്കൊള്ളട്ടെ, അവർക്ക് വേണമെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനയൊക്കെ നടത്തി ഗവൺമെൻറ്റിൻ്റെ ഒരു ചിലവുമില്ലാതെ, പള്ളിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്കാണ് ചോദിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഒരു ചിലവുമില്ലാതെ ഗവൺമെൻറ് ശാന്തി കവാടത്തിൽ കൊണ്ട് സുഖമായിട്ട് അടക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവച്ച് അവിടെ വച്ചിരിക്കാം ഓർമ്മയ്ക്കായിട്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ്, ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, എൻ്റെ മരണം സംഭവിക്കുമ്പോൾ എൻ്റെ ശരീരത്തെ ദഹിപ്പിച്ച് കളയുക. ഈ ഭൂമിക്ക് നമ്മൾ ഒരിക്കലും ഭൂമിയെ പൊല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഇനി മരിച്ചു കഴിയുമ്പോൾ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാൻ അപ്പോൾ ജീവിച്ചിരിക്കില്ലല്ലോ. പക്ഷെ എഴുതി വച്ചിട്ടുണ്ട്, എഴുതി ഒപ്പിട്ട് സാക്ഷി എൻ്റെ ഭാര്യ എൻ്റെ മോനെയും കൊണ്ട് ഒപ്പിട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോഴും നിങ്ങളെങ്കിലും പറയണം, പണ്ട് അച്ഛൻ എഴുതി വച്ചിട്ടുണ്ടെന്ന്. ഒരു മാതൃകയാക്കാൻ വേണ്ടിയാണ്, മതാതീതമായി ചിന്തിക്കാൻ വേണ്ടിയാണ്, മതത്തിനപ്പുറമായി യാത്ര ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലങ്ങ് പോകും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമം. നമ്മൾ ആരാധിക്കുന്നൊരു മതത്തിനെയല്ല, നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെയാണ്. യേശുവിനെ അനുഗമിക്കാൻ മതം ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ആശ്രമത്തിൽ മെമ്പർഷിപ്പോ സബ്സ്ക്രിപ്ഷനോ ഒന്നും വയ്ക്കാത്ത. ആർക്കോണെങ്കിലും വരാം, ആർക്കോണ പോകാം, വരാൻ പോകാം. പണ്ട് നാഗ പറഞ്ഞതുപോലെ വരാൻ പോകാം. എപ്പോണെങ്കിലും വരാം, എപ്പോണെങ്കിലും പോകാം. ഇഷ്ടമുള്ളവർക്ക് വരാം, ഇഷ്ടമുള്ളവർക്ക് പോകാം. ദാറ്റ് ഈസ് ആശ്രമം. അതാണ് ആശ്രമം. ആചാരങ്ങൾക്കപ്പുറമായിട്ട് നമ്മൾ യാത്ര ചെയ്യണവരാണ്. കാരണം യേശുവാണ് നമുക്കെല്ലാം. യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു യേശുവാരിലും മതിയായവൻ. യേശു വലിയവൻ. അപ്പം നിങ്ങളൊരു ചോദ്യം ചോദിക്കാം. അപ്പം മതത്തിൻ്റെ ആവശ്യമില്ലേ? പള്ളിയുടെ ആവശ്യമില്ലെന്നാണോ അച്ഛൻ പറഞ്ഞത്? പുരോഹിതൻ ആവശ്യമില്ലെന്നാണോ? ഒരിക്കലുമല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. പള്ളി ആവശ്യമില്ലെന്ന് ഞാൻ പറയുമോ? ഞാൻ എത്രയോ പള്ളി പണിയുന്നു, ഇനിയും പണിയും. സ്തോത്രം. ഞാനും ഒരു വൈദികനാണ്. പിന്നെ എന്തിനാണ് ഈ മതത്തിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ അതുകൂടെ പറയാം. മതത്തിൻ്റെ ആചാരങ്ങളും എല്ലാം നമ്മൾ ആഭരണവും ഭംഗിയുള്ള വസ്ത്രങ്ങളും ധരിക്കുന്നത് പോലെയാണ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? പിടികിട്ടിയോ? ഇല്ല, പിടികിട്ടിയില്ല. പറഞ്ഞുതരാം. നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും ധരിച്ചുകൊണ്ടല്ല വരണത്. അത് പിടികിട്ടിയോ? അത് പിടികിട്ടി. നഗ്നരായ ലോകത്തിൽ വരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സംസ്കാരം അനുസരിച്ചുള്ള വസ്ത്രം നമുക്ക് തരുന്നു. ഇപ്പം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ഇഷ്ടം എന്ന് പറയുന്ന ഒരു മുണ്ടും ഒരു ചെറിയ ഷർട്ടും, ഒരു ഹാഫ് സ്ലീവ് ഷർട്ടാണെങ്കിൽ എളുപ്പം ഇട്ടുകൊണ്ടുവരികയാണ്. സുഖം. ഈ ചൂട് കാലത്ത് ഒന്നും ഫിറ്റ് ചെയ്തുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ വന്നാലോ. അപ്പോൾ ആൾക്കാരെന്താ പറയുക, ഒരു അച്ഛനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ വരണമെന്ന് ചോദിക്കും. ഇന്ന് കുപ്പ ഇടാത്ത തന്നെ അതുകൊണ്ടാണ്. ഭയങ്കര ചൂടാണ്. ഞങ്ങളവിടെ നിന്ന് 12-13 ഡിഗ്രിയാണ് രാത്രി ഡൽഹിയിൽ. ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേ നമുക്ക് ആവിയായിട്ട് തോന്നും. കുറേ കാലം ഇവിടെ സ്ഥിരമായി താമസിക്കുമ്പോൾ അതങ്ങ് മാറും. അപ്പോൾ ഒരു മുണ്ടും ഒരു ബനിയും, ഷർട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എപ്പോഴാണ് നമ്മൾ ഷർട്ടിട്ട് തുടങ്ങിയത്? ഷർട്ടിട്ട് തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണും? 50 വർഷമായി കാണും. ഉടുപ്പിട്ട് തുടങ്ങിയിട്ട്. പഴയ ആൾക്കാരൊന്നും ഉടുപ്പിടത്തില്ലായിരുന്നു. ഇടുമായിരുന്നോ? ഇല്ലായിരുന്നു. മുണ്ട് മാത്രം ഉടുത്തുണ്ടാക്കുമായിരുന്നു. പിന്നെയാണ് ഉടുപ്പൊക്കെ വരാൻ തുടങ്ങിയത്. ഒരു 50 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ പടങ്ങളൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നല്ല വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു മുണ്ട് ഉടുപ്പും മതി. പക്ഷെ എന്തിനാ പണി ഇത്രയും കളർഫുള്ളായിട്ടുള്ള
ഷർട്ടും പാൻറ്റും ഈ സംഭവങ്ങൾ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നു, അടിപൊളിയായിട്ട്. എനിക്കിഷ്ടമാണ് പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഡ്രസ്സിട്ട് നല്ല നീറ്റായിട്ട് നടക്കണം. ഞാൻ എൻ്റെ ഓഫീസിൽ പിള്ളേർത്തും പറയും നല്ലതായിട്ട് നടക്കുക. എന്തിനാ അങ്ങനെ നടക്കുന്നത്? അപ്പോൾ നമ്മളെ ഒന്ന് പ്രസൻറ്റബിൾ ആക്കാനാണ്. ഓക്കെ, പ്രസൻറ്റബിൾ ആക്കാനാണ്. ആഭരണം ധരിക്കുന്നു. ഒരു ആഭരണം ധരിച്ചില്ലെങ്കിൽ എന്താ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു മാല ഇടുന്നു, ഒരു കമ്മലിടുന്നു, ഒരു കുഞ്ഞു മൂക്കുത്തി ഇടുന്നു, നല്ലതാ. പെണ്ണുങ്ങളൊക്കെ ഇട്ടോ. ഇപ്പോൾ അടുത്ത ആഴ്ച അതായിരിക്കും വീട്ടിൽ ബഹളം. എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറകിയ ഇടുമ്പോൾ ഒരു സൗന്ദര്യം അല്ലേ, ഒരു പ്രസൻറ്റബിൾ ആകുന്നു. ദ മോർ യു ആർ ഓർണമെൻറ്റിങ് യുവർ സെൽഫ്. അതുകൊണ്ടാണ് അതിനെ ആഭരണം എന്ന് പറയുന്നത്. ഓക്കെ, ആഭരണം ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആഭരണം ഇടാതെ ആൾക്കാർ ജീവിക്കുന്നില്ലേ സന്തോഷമായിട്ട്? അപ്പം ഇത് ജീവിതമോ ഇതുമായിട്ടൊരു ബന്ധവുമില്ല. എന്തിനാണ് ആഭരണം ധരിക്കുക, നല്ല നല്ല വസ്ത്രം ധരിക്കുക, ആ വസ്ത്രം തന്നെ നല്ല മോടിയുള്ളത് ധരിക്കുക? നമുക്ക് 200 രൂപയ്ക്ക് നല്ല ഉടുപ്പ് കിട്ടും, 10,000 രൂപയ്ക്കും ഉടുപ്പ് കിട്ടും, റൈറ്റ്? 500 രൂപയ്ക്കും സാരി കിട്ടും, 2 ലക്ഷം രൂപയ്ക്കും സാരി കിട്ടും. ആണോ? എനിക്കറിഞ്ഞൂടാ, അത്രയൊക്കെ വലിയ സാരി ഉണ്ടെന്നാണ് പറയണത്. എന്തിനാണ് ഇത്രയും വില കൊടുത്തിടുന്നത്? കൂടുതൽ കൂടുതൽ ഭംഗിയാക്കാനാണ്. ഇതുപോലെയാണ് മതത്തിൻ്റെ ആചാരങ്ങളെല്ലാം. നമ്മുടെ വൈദിക വസ്ത്രം, ഈ കുപ്പായം, ഈ ക്രൂശ്, ഇതൊന്നും ഇല്ലെങ്കിൽ ആരും നടക്കത്തില്ലേ? നടക്കും. ഈ ക്രോസ്, ഈ നിലവിളക്ക്, ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ കുറച്ചുകൂടെ നമ്മളൊക്കെ ഭംഗിപ്പെടുത്താനാണ്. ആവശ്യത്തിന് വസ്ത്രം ധരിക്കുന്നത് ഭംഗിയാണ്. ഭംഗിയുള്ള വസ്ത്രം ധരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു വസ്ത്രവും ധരിക്കാതിരുന്നാൽ അവനെ നഗ്നൻ എന്ന് കരുതി ആൾക്കാർ കല്ലെറിയും. കൂടുതലായാൽ 2 കാര്യം സംഭവിക്കാം. ഒന്നുകിൽ അത് നാടകങ്ങൾക്ക്, വെറും നാടകങ്ങൾക്കുള്ള അഭിനയത്തിന് വേണ്ടി വരുന്നതാണ്, ഒരുപാട് വസ്ത്രമൊക്കെ ധരിച്ച്. അല്ലെങ്കിൽ ഭ്രാന്തന്മാരാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. മതത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരിക്കലും തെറ്റില്ല. കുറച്ചുകൂടെ ഭംഗിയാക്കും. ആരാധനയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നു. അത് കുറച്ചുകൂടെ ആരാധനയെ ഓർണമെൻ്റലാക്കും. കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ ആൾക്കാരെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ ഒക്കെ കാര്യമാക്കും. ഒരു ക്രൂശ് വയ്ക്കുന്നു, ഒരു ലൈറ്റ് കത്തിക്കുന്നു, കൂടുതൽ ഓർണമെൻ്റലാക്കും. ഇടയ്ക്ക് ഒരു പാട്ട് പാടുന്നു, ബ്രദർ നമ്മൾ എഴുന്നേൽപ്പിച്ചേർത്തി പാടിച്ചു. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഒരുക്കും നമ്മളെ. ഇതെല്ലാം മതത്തിൻ്റെ ഇങ്ങനെയുള്ള പാട്ടുകളും ആചാരങ്ങളും ആരാധനകളും ഒക്കെ കൂടുതൽ ഓർണമെൻ്റൽസ് ആക്കും, പ്രസൻറ്റബിൾ ആക്കും. നല്ലതാണ്. പക്ഷേ ഇതൊന്നും തന്നെ വേണം എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ദുരാചാരങ്ങളായി തലയ്ക്ക് പിടിക്കുമ്പോൾ ഇതിനെ മതഭ്രാന്ത് എന്ന് പറയും. എന്താ പറയും? മതഭ്രാന്ത്. ഇങ്ങനെയാകാവൂ, ഇവിടെ ദൈവമുള്ളൂ, ഇങ്ങനെ ചെയ്താലേ ദൈവത്തിൻ്റെ ആത്മാവ് വരൂ, മറ്റത് ചെയ്താൽ ദൈവത്തിൻ്റെ ആത്മാവ് വരില്ല, ഇതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ, മറ്റത് ആത്മാവിൻ്റെ ശുശ്രൂഷയല്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഭ്രാന്ത് എന്ന് പറയും. സെൻസ് ഇല്ലാതെ വർത്താനം പറയണമെന്ന് പറയും. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, യേശു പഠിപ്പിച്ച ആത്മീയത ഇതിൻ്റെ എല്ലാം മുകളിലാണ്. നമുക്കിതൊന്നുമല്ല കാര്യം, നമുക്ക് കാര്യം യേശുവിൻ്റെ നാമമാണ്. എല്ലാവരും ചേർന്ന് കരമുയർത്തി പറഞ്ഞ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. പൗലോസ് പറയാണ്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇവിടെ അക്ഷരം ആത്മാവ്, അക്ഷരം ആത്മാവ്. എന്താണ് അക്ഷരം എന്ന് പറയുന്നത്? ഈ ബൈബിൾ വചനങ്ങളല്ല. ചിലർ പറയുന്നത് ജ്ഞാനം കൊണ്ട് പ്രസംഗിക്കുന്നതാണ് അക്ഷരമെന്നാണ്. അങ്ങനെയല്ല. അക്ഷരം എന്നോട് പൗലോസ് പറയുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുന്നതാണ്, മതത്തെ പറയുകയാണ്. ഇവിടെ കുറേ വാക്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ, പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ, അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷ. ഈ വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, അടുത്ത് തേജസ്സുള്ള ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, നീതിയുടെ ശുശ്രൂഷ.
അദ്ദേഹം പറയാം, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നു, എന്നാൽ അത് യേശു ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. യേശു ക്രിസ്തുവിൽ മൂടുപടത്തിൻ്റെ ശുശ്രൂഷ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. പൗലോസ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? ഏതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അന്യഭാഷ പറയുന്നതോ മനസ്സിൽ തോന്നുന്നത് പോലെ വിളിച്ചു പറയുന്നതോ ആണ് ആത്മാവിൻ്റെ ശുശ്രൂഷ എന്നാണ് ചിലർ വിചാരിക്കുന്നത്. എന്താണ് ആത്മാവിൻ്റെ ശുശ്രൂഷ? ഇവിടെ പറയുന്നത് യേശു പരിചയപ്പെടുത്തിയ പുതിയ നിയമം, യേശു പരിചയപ്പെടുത്തിയ ആത്മീയതയാണ് ഇവിടെ ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. യേശുവിനെ അനുഗമിക്കുന്നതാണ് ഇത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ അവസരവും സ്വാതന്ത്ര്യവും കർത്താവ് തന്നിരിക്കുകയാണ്. അവരവരുടെ വിഷയങ്ങളെ ഓർത്ത് ആർക്ക് വേണമെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. പത്രോസ് പറയുകയാണ്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കാം. അവൻ നടന്നു. യാക്കോബ് പറയാണ്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസമുള്ള പ്രാർത്ഥന ദീനക്കാൻ രക്ഷിക്കും. യേശുവിൻ്റെ നാമത്തിൽ, ഇവിടെയെല്ലാം യേശുവിൻ്റെ നാമം പറയുന്നു. അഞ്ചാമത് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത 1 കൊരിന്ത്യർ 1:10 പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അഞ്ചാമത്, കർത്താവിൻ്റെ നാമം നമ്മളെ ഒരുമിച്ചാക്കുന്നു, ഒന്നാക്കുന്നു. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം, എത്ര പേർക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായം? എബ്രായ ലേഖനം 11-ാം അധ്യായം, വിശ്വാസം എന്നതോ ആശിക്കുന്ന ഉറപ്പും കാണാത്ത നിശ്ചയമാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയത്തില്ലേ? 2-3 കൈകളെ ഉയർത്തുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങോട്ട് കിടക്കുന്നില്ല. അറിഞ്ഞുടയ്ക്കാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വായിച്ചു നോക്കണം നിങ്ങൾ. 10, 11, 12 അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കുവിൻ. യേശുവിൻ്റെ നാമമാണ് നമ്മളെ നടത്തേണ്ടത്. നിങ്ങൾ ഈ വർഷം 2025 3-ാം മാസമാണിന്ന്. ഓരോ നിമിഷവും നിങ്ങൾ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമം, ദ നെയിം ഓഫ് ജീസസ്. കരങ്ങൾ ഉയർത്തി പറയാം, എല്ലാവർക്കും ശക്തമായി പറയാം. ഒരിക്കലൂടെ പറയാം, ശക്തമായി പറയാം, യേശുവിൻ്റെ നാമം. നിങ്ങൾ ഏത് വിഷയത്തിനും യേശു യേശു യേശുവിൻ്റെ നാമം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന നാമം. ലോകത്തിലെല്ലാ നാമത്തെക്കാളും ഏറ്റവും വലിയ നാമം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഈ വർഷം പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എല്ലാ കുഞ്ഞുങ്ങളും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരും എഴുതാൻ പോകുന്നവരും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്നാട്ടെ. പരീക്ഷ എഴുതുന്നവരും എഴുതിക്കൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരും പ്രാർത്ഥിക്കാം. എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പരീക്ഷ അനുഗ്രഹിക്കണമേ. നല്ലവണ്ണം പരീക്ഷ എഴുതാൻ സഹായിക്കണമേ. എഴുതാനുള്ള ആരോഗ്യം തരണമേ, ഓർമ്മശക്തി തരണമേ, ബുദ്ധി തരണമേ. സ്നേഹവാനായ കർത്താവേ, ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി എല്ലാവർക്കും കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കട്ടെ. അവൻ ധാരാളമായി കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, ബുദ്ധി കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ കൈ പിടിച്ച് അവിടെ നിന്ന് പരീക്ഷ എഴുതിപ്പിക്കണമേ. ധാരാളമായിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ.
ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം ദൈവം അവരെ സൂക്ഷിക്കണമേ. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പരീക്ഷ എഴുതാനുള്ള ബുദ്ധിയും ശക്തിയും ജ്ഞാനവും അവർക്ക് കൊടുക്കണമേ. അവരുടെ ജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ധാരാളം നന്മകളാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളോ അസ്വസ്ഥതകളോ ഭാരങ്ങളോ ഒന്നും വരാതെ വണ്ണം അവരെ കാത്ത് പരിപാലിച്ചു കൊള്ളണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇരിക്കാം, മക്കൾക്കിരിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവരവരുടെ രോഗങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അവരവർ തന്നെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ആരും മിണ്ടാതിരിക്കാതെ എന്താണോ, എന്ത് വിഷയമോർത്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ അവിടുന്ന് തൊടണമേ, ഞാൻ ഇന്ന വിഷയമോർത്താണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അവരവരുടെ വിഷയങ്ങളെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്താണോ നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ ഭാരങ്ങളും കർത്താവ് പറയും, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് തരിക, ഞാൻ നിന്നെ പുലർത്തും. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് തരിക, ഞാൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിനക്കെതിരെയുള്ള ഒരു ആയുധവും ഫലിക്കുകയില്ല. ഞാൻ നിനക്ക് മുൻപായി കടന്നു ചെല്ലും. താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ഞാൻ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. എന്റെ നാമം നീ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ ഉയർത്തും. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാകുന്നു. ഈ ഭൂമിയിലും ഭൂമിക്കടിയിലും സ്വർഗത്തിലും സ്വർഗത്തിലുള്ള എല്ലാ നാമങ്ങളിലും മേലായ നാമം പരമാത്മാവായ യഹോവയായ ദൈവം യേശുവിന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഈ ഭൂലോകരുടെയും സ്വർലോകരുടെയും സകല നാമം ഏറ്റുപറയും. യേശു തന്നെ കർത്താവ്, യേശു തന്നെ രാജാതി രാജാവ്. യേശുവിൻ്റെ നാമത്തിൽ നടക്കാത്തത് ഒന്നുമില്ല. നിന്റെ ക്യാൻസർ മാറിപ്പോകും, നിന്റെ കിഡ്നി സുഖപ്പെടും, നിന്റെ ലിവർ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കും, നിന്റെ മാറാ രോഗങ്ങൾ മാറും. മാനസാന്തരപ്പെടാത്ത മകൻ മാനസാന്തരപ്പെടും. ആമേൻ. നിന്റെ കടഭാരങ്ങൾക്ക് മാറ്റം വരും. നിന്റെ ഇല്ലായ്മകൾ മാറും. നിന്റെ ശൂന്യതകൾ മാറി നിറഞ്ഞ് കവിയും. നിന്റെ കടഭാരങ്ങൾക്ക് അറുതി വരും. ദിനംതോറും ദൈവം നിന്നെ ജയത്തോടെ നടത്തും, സമൃദ്ധിയിൽ നടത്തും. നിനക്ക് ആരോഗ്യം തരും. നാളെ എങ്ങനെ മുൻപിലേക്ക് പോകുമെന്നുള്ള ചിന്തകൾ ദൈവം ഏറ്റെടുത്ത് ജയത്തോടെ നടത്തും. ഇതുവരെ നടത്തിയ ദൈവം നിന്നെ ഇനിയും നടത്തും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരെയുള്ള ആഭിചാര ശക്തികളെ കർത്താവ് നിർവീര്യമാക്കും. നിനക്കെതിരെയുള്ള മന്ത്രവാദങ്ങൾ, എതിർ പ്രാർത്ഥനകൾ, വിളിച്ചപേക്ഷകൾ, ശാപവാക്കുകൾ, കുപ്രചരണങ്ങൾ, മനുഷ്യരോട് പറഞ്ഞു വരുത്തുന്ന അപവാദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകും. നിർവീര്യമായി പോകും. നിർവീര്യമായി പോകും. നിർവീര്യമായി പോകും. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കൃഷി കാര്യങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകും. നിന്റെ നഷ്ടപ്പെട്ടിരിക്കുന്ന വാതിലുകൾ ദൈവം തുറക്കും. എത്രയോ കാലമായി നിനക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ തുറന്നു വരും. നിന്റെ തടസ്സപ്പെട്ടിരിക്കുന്ന പ്രമോഷന് ദൈവം മാറ്റി നിനക്ക് വരേണ്ട സമയത്ത് പ്രമോഷൻ വരിക തന്നെ ചെയ്യും. ആമേൻ, ആമേൻ. നിന്നെ ഉയർത്തേണ്ട പരമാവധി ദൈവം ഉയർത്തി നിർത്തും. മഴ പെയ്യുന്നത് പോലെ ദൈവശക്തി നമ്മുടെ മേൽ പെയ്യട്ടെ. മഴ പെയ്യുന്നത് പോലെ അനുഗ്രഹം മാറി വരട്ടെ, സൗഖ്യപ്പെടട്ടെ. യേശുപ്പാ, ഒരു വീടില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്കൊരു വീട് നൽകി സഹായിക്കണമേ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്,
കുടുംബത്തിന്റെ ചിഹ്ന ഭിന്നതകൾ മാറണമേ. സമാധാനം നഷ്ടപ്പെട്ട് നിലവിളിച്ചു പോകുന്നവരുണ്ട്, അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അവരെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിക്കണമേ. അവർക്ക് സമാധാനത്തെ കൊടുക്കണമേ. മനുഷ്യന്റെ വാക്ക് അവരെ സമാധാനിപ്പിക്കില്ല ദൈവമേ. അടിയന്റെ വാക്ക് അവർക്ക് സമാധാനം കൊടുക്കില്ല. അങ്ങ് സമാധാനം കൊടുക്കണമേ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന സമാധാനമല്ല എന്ന് പറഞ്ഞ കർത്താവേ, ആ സമാധാനത്താൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ അങ്ങ് അവരെ ചേർത്ത് പിടിക്കണമേ കർത്താവേ. അവരുടെ കൈകൾ ചേർത്ത് പിടിക്കണമേ. സമാധാനം കൊടുക്കണമേ. ഇവിടെ രോഗങ്ങൾ മാറിപ്പോകണമേ യേശുവേ. എവിടെ പോയാൽ സമാധാനം കിട്ടും, എവിടെ പോയാൽ എൻ്റെ ഭാരം മാറും എന്ന് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, 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 മാറിപ്പോകട്ടെ. ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ എല്ലാവരെയും നിറയ്ക്കണമപ്പ. ആത്മാവിന്റെ ഫലത്താൽ നിറയ്ക്കണമേ. ആത്മാവിന്റെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ. ഓരോരുത്തരെയും നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഈ ആശ്രമത്തിൽ വന്ന് തലവണക്കി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവകൃപ അയക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബ്ലഡ് പ്രഷർ നോർമലാക്കണമേ. ഡയബറ്റീസ് നോർമലാക്കണമേ. കിഡ്നി രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ലിവർ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ഹൃദയത്തിൽ രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. സ്പോണ്ടിലൈറ്റിസ് സുഖപ്പെടുത്തണമേ. അലർജികൾ സുഖപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ. വയറിനകത്തുള്ള രോഗങ്ങൾ സുഖപ്പെടുത്തണമേ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അവർക്ക് സുഖം കിട്ടട്ടെ, സുഖം കിട്ടണമേ. വയറിനകത്തുള്ള രോഗങ്ങൾ സുഖപ്പെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർത്രൈറ്റിസ് സുഖപ്പെടണമേ. വാദസംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടണമേ. എത്രയോ നാളായി അവരെ ഭരിക്കുന്ന ഭയപ്പാടുകൾ മാറിപ്പോകണമേ. വിഷാദ രോഗങ്ങൾ, എല്ലാ ഡിപ്രഷനും മാറിപ്പോകണമേ യേശുവിൻ നാമത്തിൽ. സമാധാനം വരട്ടപ്പ, സമാധാനം വരട്ടപ്പ. സമാധാന പ്രഭുവേ, അങ്ങയുടെ സമാധാനം കൊണ്ട് അങ്ങയുടെ മക്കളെ നിറയ്ക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ ഞാനവരെ പ്രാർത്ഥിച്ചയക്കുന്ന കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളുടെ മക്കൾ മടങ്ങിപ്പോകുമ്പോൾ ഇതുവരെ ലഭിക്കാത്ത ഒരു സന്തോഷം, ഒരു ദിവ്യ സമാധാനം, ഒരു ദിവ്യ വിടുതൽ ഓരോരുത്തരും അനുഭവിക്കട്ടെ. അങ്ങ് പറഞ്ഞു തടിയൻ പറഞ്ഞു കർത്താവേ, അങ്ങയുടെ നാമത്തെ ചൊല്ലി പറയാൻ അങ്ങ് പറഞ്ഞു. അങ്ങയുടെ നാമം അടിയൻ പറഞ്ഞിരിക്കുന്നു. ഇനി അങ്ങയുടെ നാമത്തിന്റെ ശക്തി അങ്ങയുടെ മക്കൾ അനുഭവിച്ചു കൊണ്ട് പോകട്ടെ, അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അനുഭവിക്കട്ടെ ഓരോരുത്തരുടെ മേലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ ഹോളിന്റെ ഏറ്റവും പുറകെ മുതൽ മുൻവശം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കട്ടപ്പ. സൗഖ്യം അനുഭവിച്ചുകൊണ്ടിരിക്കട്ടപ്പ. വേദനകൾ മാറിക്കൊണ്ടിരിക്കട്ടപ്പ. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, നിറയപ്പെടുക. നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണമപ്പ. അവരെ നിറച്ചു നടത്തണമപ്പ. കൃപാവരങ്ങളാൽ നിറയ്ക്കണമപ്പ. ദൈവവേലക്കാർക്കാട്ടടിയൻ പ്രാർത്ഥിക്കുന്നു, ദൈവവേലക്കാർക്കാട്ടടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അവരെ വേല ചെയ്യാൻ അഭിഷേകം ചെയ്യണമേ. അവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. അവർ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് തകർന്നവർ മുറിവ് കെട്ടപ്പെടട്ടെ. അവർ ഈ ആഴ്ച, ഈ മാസം ശുശ്രൂഷിക്കുമ്പോൾ ദൈവശക്തി അവരിലൂടെ വ്യാപരിക്കുന്നത് അവർ കണ്ടറിയട്ടപ്പ, അറിയണമപ്പ. ജനമത് അനുഭവിക്കണമപ്പ. അവർ താമസിക്കുന്ന സ്ഥലത്ത് ദൈവദൂതന്മാരുടെ കാവലുള്ളത് അവർ അനുഭവിക്കണമപ്പ. ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത മാറിപ്പോകട്ടപ്പ. ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തകൾ മാറിപ്പോകട്ടെ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ എല്ലാവരെയും നിറയ്ക്കണമപ്പ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നിറയ്ക്കണമേ. എല്ലാവരെയും ശക്തീകരിക്കണമേ. നിരാശകൾ മാറിപ്പോകണമേ. അയ്യോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം പകരണമേ, 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 പകരണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തേക്കാൾ, എല്ലാ ആചാരങ്ങളെക്കാൾ, എല്ലാ മതത്തിൻ്റെ ശക്തികളെക്കാൾ, ന്യായപ്രമാണത്തിൻ്റെ അക്ഷരത്തിൻ്റെ ബലത്തേക്കാൾ വലുതാണ് യേശുവിൻ്റെ നാമം. അത് സൗജന്യമാണ്, അത് നിങ്ങൾക്കുള്ളതാണ്, അത് മാനവജാതിക്ക് വേണ്ടി ദൈവം ദാനമായി നൽകിയതാണ്, അതെല്ലാവർക്കും ഉള്ളതാണ്. അത് മുറുകെ പിടിക്കുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കുക.
മറ്റുള്ളവരോടും പറയുക, നിങ്ങളും അത് മുറുകെ പിടിക്കുക. അങ്ങനെ ലോകം മുഴുവനും യേശുവിൻ്റെ നാമം കൊണ്ട് നിറയപ്പെടട്ടെ. യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് എല്ലാവരും പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നാം മടങ്ങിപ്പോകാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയവരും അനുഭവിച്ചവരും നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ.